മലയാളികൾക്ക് പ്രിയങ്കരിയാണ് മഞ്ജു വാര്യർ. ഇന്ന് ലേഡി സൂപ്പർ താരമായി ആരാധകർ വാഴ്ത്തുന്ന മഞ്ജുവിന്റെ കരിയറും ജീവിതവും സംഭവ ബഹുലമായാണ് മുന്നോട്ട് നീങ്ങിയത്. സാക്ഷ്യം എന്ന സിനിമയിലൂടെയാണ് മഞ്ജു അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്. എന്നാൽ കരിയറിൽ വഴിത്തിരിവാകുന്നത് രണ്ടാമത്തെ സിനിമയായ സല്ലാപമാണ്. സുന്ദർദാസ് സംവിധാനം ചെയ്ത സിനിമയുടെ തിരക്കഥ രചിച്ചതോ AK ലോഹിതദാസും. 90കളിൽ തരംഗമായി കൊണ്ടിരിക്കുകയാണ് മഞ്ജു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത്. വിവാഹത്തോടെ നടി അഭിനയ രംഗം വിട്ടു. 2014 ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിലൂടെ മഞ്ജു വാര്യർ അഭിനയ രംഗത്തേക്ക് തിരിച്ചുവരവ് നടത്തി. പിന്നീട് അങ്ങോട്ട് സിനിമാ രംഗത്ത് നടി സജീവമായി. ഇന്ന് തമിഴകത്തും മഞ്ജു വാര്യർ ശ്രദ്ധേയയാണ്. ഇപ്പോഴിതാ മഞ്ജു വാര്യരെ കുറിച്ച് സംസാരിക്കുകയാണ് സല്ലാപത്തിൽ അസോസിയേറ്റായി പ്രവർത്തിച്ച സംവിധായകൻ ബ്ലെസ്സി. മഞ്ജുവിനെ സല്ലാപത്തിലേക്ക് ഒഡീഷൻ ചെയ്തതിനെ കുറിച്ചാണ് ബ്ലെസ്സി സഫാരി ടിവിയിൽ സംസാരിച്ചത്. ഒരു പുതിയ നടിക്കായുള്ള അന്വേഷണമുണ്ടായി. അങ്ങനെയാണ് കലാതിലകമായിരുന്ന ഒരു കുട്ടി ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്നത്. മെയിൻ ടെക്നീഷ്യൻസ് ഒക്കെ ഉണ്ട്. ലോഹിയേട്ടൻ ആ കുട്ടിക്ക് അവിടെ ഉണ്ടായിരുന്ന ചൂലെടുത്തു കൊടുത്തു. മുറ്റമടിക്കാൻ പറഞ്ഞു. അവർ മുറ്റമടിച്ചു. പിന്നീട് ലോഹിയേട്ടൻ എങ്ങനെയാണ് മുറ്റമടിക്കുന്നതെന്ന് കാണിച്ചു കൊടുത്തു. നല്ല രീതിയിൽ മുറ്റമടിച്ചാൽ ഈർക്കിലുകൾ കൊണ്ട് മുറ്റത്ത് രേഖകൾ ഉണ്ടാകും. ആ കുട്ടി വളരെ മെച്ചമായാണ് അത് ചെയ്തത്. ഒരു പേപ്പറിൽ എന്തോ അവിടെ ഇരുന്ന് എന്തോ കുറിച്ചു. ഈ ഡയലോഗ് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ എന്നോട് പറഞ്ഞു. ഇന്നത്തെ ലേഡി സൂപ്പർ സ്റ്റാറായ മഞ്ജു വാര്യർക്ക് ആദ്യമായിട്ട് ഡയലോഗ് പറഞ്ഞു കൊടുക്കാനുള്ള അവസരം ലഭിച്ചു എന്നത് ഭയങ്കര സന്തോഷത്തോടെയാണ് താൻ ഓർക്കുന്നതെന്നും ബ്ലെസ്സി പറയുകയാണ്. പിന്നീട് മഞ്ജു വാര്യരുമായും ദിലീപുമായും വലിയൊരു സൗഹൃദമുണ്ടായി. എല്ലാവരും ഒരേപോലെ ആസ്വദിച്ച ഒരു സിനിമയാണത്. മനോഹരമായ പാട്ടുകളായിരുന്നു സല്ലാപം വലിയ ഹിറ്റായെന്ന് ബ്ലെസ്സി ചൂണ്ടിക്കാട്ടുകയാണ്. മലയാളത്തിലെ പ്രഗത്ഭ സംവിധായകർക്കെല്ലാം പ്രിയങ്കരിയായ നായികയായിരുന്നു ഒരു കാലത്ത് മഞ്ജു. മഞ്ജുവിന് വേണ്ടി സിനിമകൾ എടുക്കാൻ സംവിധായകരും നിർമ്മാതാക്കളും തയ്യാറായ കാലത്താണ് നടി സിനിമാ രംഗം വിട്ടത്. തിരിച്ചുവരവിൽ കമലും സത്യൻ അന്തിക്കാട് എന്നീ സീനിയർ സംവിധായകർ മഞ്ജുവിനെ വെച്ച് സിനിമകൾ ചെയ്തു. എന്നാൽ ഈ സിനിമകളൊന്നും കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല. തിരിച്ചുവരവിൽ ചില പരാജയ സിനിമകൾ ഉണ്ടായെങ്കിലും മഞ്ജുവിന്റെ താരതിളക്കത്തെ ഇത് ബാധിച്ചിട്ടില്ല. ബിഗ് ബഡ്ജറ്റ് സിനിമകളുടെ ഒരു നിര തന്നെ മഞ്ജുവിന്റേതായി ഇനി പുറത്തിറങ്ങാനുണ്ട്. മലയാളത്തിൽ എമ്പുരാൻ, തമിഴിൽ വേട്ടയാൻ, വിടുതലൈ 2 എന്നിവയാണ് ഈ ഒരു സിനിമകൾ. ഫൂട്ടേജ് ആണ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ